അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെസ്റ്റ് ഏഷ്യ നോർത്ത് ആഫ്രിക്കൻ റീജിയനെ കുറിച്ചുള്ള സമ്മർ സ്കൂളിലെ സുപ്രധാനമായ ഒരു സെഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഫലസ്തീനിയൻ വിഷയത്തിൽ അല്ല, ലോക ഇസ്ലാമിക നവോത്ഥാന ചർച്ചകളിലും ഇസ്ലാമിക വ്യവഹാരങ്ങളിലുമെല്ലാം 20-ാം നൂറ്റാണ്ടിലും ഈ 21-ാം നൂറ്റാണ്ടിലും ഇനി വരും കാലങ്ങളിലുമെല്ലാം ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുന്ന, ചർച്ച ചെയ്യപ്പെടുന്ന, വിമർശിക്കപ്പെടുന്ന 3 അതികായകന്മാരെ കുറിച്ചിട്ടുള്ള ചർച്ചയാണ് നമ്മൾ ഇന്ന് നടത്താൻ പോകുന്നത്. അതിൽ 3 പേർ, ഒരാൾ ഈജിപ്ഷ്യനായ ഇമാം ഹസനുൽ ബന്ന, രണ്ടാമത് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ മൗലാന മൗദൂദി, മൂന്നാമത് ഇറാനിലെ ആയത്തുള്ള റൂഹുല്ല ഖുമൈനി. ഈ 3 പേരും അവരവരുടെ പ്രദേശങ്ങളിലും അവരവരുടെ ഐഡിയോളജിക്കൽ ഡിസ്കോഴ്സുകളിലും അവരവരുടെ വൈജ്ഞാനിക വ്യവഹാരങ്ങളിലുമെല്ലാം വളരെ നിർണായകമായ സ്വാധീനവും സാന്നിധ്യവും നിറച്ചവരാണ്, നയിച്ചവരും കൂടിയിട്ടാണ്. എന്നാൽ അതിനേക്കാളും ഉപരി വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ രാഷ്ട്രീയ വ്യവഹാരങ്ങളിൽ ഈ 3 പേരുടെയും സ്വാധീനവും അവരുടെ കോൺട്രിബ്യൂഷനും അതിപ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ വിഷയത്തിലുള്ള ചർച്ചകൾ, ഇവരുടെ കോൺട്രിബ്യൂഷനും അവരുടെ കാഴ്ചപ്പാടുകളും നമ്മൾ സംസാരിക്കേണ്ടത് അനിവാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഷെയ്ഖ് ഹസനുൽ ബന്ന 1906 ജനിക്കുകയും 1949 രക്തസാക്ഷിയാവുകയും ചെയ്ത, വെറും 43 വയസ്സ് മാത്രം ജീവിച്ച ഒരു മഹാനായ ഇസ്ലാമിക പ്രവർത്തനത്തിന് അതികായകനാണ്. ഫലസ്തീൻ വിഷയത്തിൽ ഇദ്ദേഹം എത്രത്തോളം നമുക്ക് കടപ്പെട്ടിരിക്കുന്നു എന്നത്, അല്ലെങ്കിൽ ലോക ഇസ്ലാമിക ചരിത്രത്തിലെ, ആധുനിക ഇസ്ലാമിക ചരിത്രത്തിലെ ഫലസ്തീനി വിഷയവുമായി ബന്ധപ്പെട്ട് ലോകത്ത് മുഴുവൻ ഫലസ്തീൻ എന്നത് ഒരു ലോക ഇസ്ലാമിക വിഷയമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുവാൻ ഏറ്റവും കൂടുതൽ നന്നായി വിജയിച്ചത് ഒരുപക്ഷെ ഷെയ്ഖ് ഹസനുൽ ബന്നയാണ് എന്ന് തന്നെ പറയണം. 1928 അദ്ദേഹത്തിൻ്റെ അൽ ഇഖ്വാനുൽ മുസ്ലിമൂൻ എന്ന മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന സംഘടനയുടെ സ്ഥാപനം ഒരുപക്ഷെ ഈ വിഷയത്തിൽ ലോക ഇസ്ലാമിക ജനപക്ഷത്തിലേക്ക് ഫലസ്തീനിനെ കൊണ്ടെത്തിക്കുന്നതിൽ സാധിച്ചിട്ടുണ്ട്. ഇസ്ലാമിനെ തന്നെ ഒരു പരിപൂർണമായ സംവിധാനമായി അൻ നിളാമുൽ കാമിലു ഷാമിൽ എന്നാണ് അദ്ദേഹം അതിനെ പരിചയപ്പെടുത്തിയത്. വളരെ കാമിലായ, സമ്പൂർണമായ, ഷാമിലായ, കോംപ്രഹെൻസീവായ, ഷുമൂലിയത്ത് നിറഞ്ഞ, എല്ലാം ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു വ്യവസ്ഥ എന്ന നിലയിലാണ് ഇസ്ലാമിനെ പോലും അദ്ദേഹം സമർപ്പിച്ചത്. ആ ഇസ്ലാമിൻ്റെ ഭാഗമായിട്ടാണ് ബൈത്തുൽ മുഖദ്ദിസിനെയും ഫലസ്തീനെയും അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഫലസ്തീനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ അത് ഇസ്ലാമിൻ്റെ നാടാണ്, പ്രവാചകന്മാരുടെ ജന്മഭൂമിയാണ്. അതുമാത്രമല്ല ഇസ്ലാമിൻ്റെ തന്നെ മൂന്നാമത്തെ അല്ലെങ്കിൽ ആദ്യത്തെ ഖിബിലയും കൂടാണ്. ആദ്യത്തെ ഖിബില എന്ന് പറയാൻ ഉദ്ദേശിച്ചത് 2 ഖിബിലകളിൽ ഒന്നാണ് അത്, മൂന്നാമത്തെ പ്രധാന പള്ളികളിലും ഒന്നാണ്. അതുകൊണ്ട് തന്നെ മസ്ജിദുൽ അഖ്സ എന്നത്, അല്ലെങ്കിൽ ഫലസ്തീൻ മുഴുവൻ പോലും ലോക ഇസ്ലാമിക ജനതയുടെയും വരുന്നതും കഴിഞ്ഞു പോയതും ഇനിയുള്ള കാലം വരെയും, അതായത് അന്ത്യനാൾ വരെയും മുസ്ലിങ്ങൾക്കുള്ള വഖഫ് സ്വത്തായിട്ടും, അതിൻ്റെ കൂടെ തന്നെ അതിനാൽ തന്നെ ഇത് ആർക്കും വിതരണം ചെയ്യാനോ വിൽക്കുവാനോ ഉപേക്ഷിക്കുവാനോ എന്ത് തന്നെയാണെങ്കിലും അത് സാധ്യമല്ല എന്ന് സമർപ്പിച്ച പണ്ഡിതനാണ് ഷെയ്ഖ് ഹസനുൽ ബന്ന. അതിൻ്റെ കൂടെ തന്നെ ഇതൊരു അറബ് മുസ്ലിമോ അല്ലെങ്കിൽ ഫലസ്തീനിയൻ അറബ് വിഷയം മാത്രമല്ല, ഇതൊരു മുഴുവൻ മുസ്ലിങ്ങളുടെയും പ്രോപ്പർട്ടിയായിട്ട് അദ്ദേഹം മുന്നോട്ട് വെച്ചു. അതുകൊണ്ട് തന്നെ അതിനെ രക്തം കൊടുത്തുകൊണ്ടും ധനം കൊണ്ടും ശരീരം കൊണ്ടും ഏത് വിധേനയും അതിനെ സംരക്ഷിക്കൽ മുസ്ലിമിൻ്റെ കടമയായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ ഇസ്ലാമിൻ്റെ ഒരു ജനറൽ ബോഡിയുടെ തന്നെ ഒരു ഭാഗമായി അദ്ദേഹം മസ്ജിദുൽ അഖ്സയെ അല്ലെങ്കിൽ ഫലസ്തീനിനെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫലസ്തീനിനെ വിമോചനം തന്നെ ഇസ്ലാമിൻ്റെ ഒരു വളർച്ചയുടെയും
നവോത്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വിഷയത്തെ, ഫലസ്തീനിയൻ ജിഹാദിനെ അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഫലസ്തീനിലെ ലിബറേഷൻ പോലും ഇസ്ലാമിന്റെ നവോത്ഥാനത്തിന്റെ ഭാഗമായി അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അന്നത്തെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് അംബാസിഡറിന്, കൈറോയിലുള്ള ഈജിപ്തിലുള്ള ബ്രിട്ടീഷ് അംബാസിഡറിന് അദ്ദേഹത്തിന് കത്ത് അയച്ചത്, എന്ത് തന്നെയാണെങ്കിലും മുസ്ലിം ബ്രദർഹുഡ് അത് അള്ളാഹുവിന്റെ ഭൂമിയിലുള്ള അവന്റെ വിശുദ്ധ ഭവനമായ ആ വിശുദ്ധ പ്രദേശമായ ഫലസ്തീനെ വിമോചിപ്പിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഒരു തരത്തിലുള്ള ഒരു മെസ്സേജ് അവിടുത്തെ അംബാസഡറിന് കൊടുത്തുവിടുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇതിന് തയ്യാറാവാത്തിടത്തോളം കാലം അത് ഒരു വലിയ ഒരു പരാജയമായിട്ടും, അല്ലെങ്കിൽ അതിനെ ജയിച്ചടക്കുന്നതോളം കാലം ഏറ്റവും വലിയ വിജയമായിട്ടുമാണ് അദ്ദേഹം ഈ ഒരു വിഷയത്തെ മുന്നോട്ട് വെച്ചത്. അത് മാത്രമല്ല, ഫലസ്തീൻ ലിബറേഷന് കഴിയാത്തത് മുസ്ലിങ്ങളുടെ തന്നെ ദൗർബല്യവുമായിട്ടും അവരുടെ ഇത് ഇസ്ലാമിൽ നിന്നുള്ള പുറമോട്ടുള്ള പോക്കും കൂടെ ആയിട്ടാണ് അദ്ദേഹം ഫലസ്തീനി വിഷയത്തെ മുന്നോട്ട് കണ്ടത്. അതായത് ഒരു പ്രാദേശിക, ഒരു അറബ്, ഒരു നാഷണലിസ്റ്റിക് ചിന്താധാരയ്ക്ക് അപ്പുറം നിന്നുകൊണ്ട് അതൊരു മുസ്ലിമിന്റെ ദൗർബല്യമായും ദുർബലതയായും അത് അവരുടെ ഇസ്ലാം ദീനിലുള്ള അവരുടെ പിന്മാക്കത്തെയും പിന്നോട്ട് പോക്കിൻ്റെയും ഒരു അടയാളമായിട്ടാണ് അദ്ദേഹം ഈ ഒരു വിഷയത്തെ പോലും കണ്ടത്. അതിൻ്റെ കൂടെ തന്നെ എത്രത്തോളം കാലം ഫലസ്തീൻ വിഷയം അത് പരിഹരിക്കാതായി കിടക്കുന്നുവോ അത്രത്തോളം കാലം അത് മുഴുവൻ മുസ്ലിങ്ങളുടെയും പരാജയമായി കാണുകയും, അത് ആരാണോ അത് പരിഹരിക്കാൻ താല്പര്യപ്പെടാത്തത് അത് ഒരു തരത്തിലൊരു നിഫാഖിന്റെ അടയാളമായിട്ട് പോലുമായിട്ടാണ് ഷെയ്ഖ് ഹസനുൽ ബന്ന ഈ വിഷയത്തെ അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ആദ്യകാലത്ത് തന്നെ സയോണിസത്തിന്റെ ത്രെട്ട് മനസ്സിലാക്കുകയും അത് പ്രധാനമായും സാമ്പത്തികമായിട്ടുള്ള ഒരു ചലഞ്ചാണ് അവർ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ഇന്ന് നമ്മൾ അറബ് സൊസൈറ്റിയിൽ കാണുന്നത് പോലെ ഒട്ടുമിക്ക അറബ് രാഷ്ട്രങ്ങളും അവരുടെ പ്രൊഡക്റ്റുകൾ തങ്ങളുടെ ഭാഗത്തേക്ക് കൊണ്ടുവരികയും ഫലസ്തീനി രക്തവും ഫലസ്തീനി വിഷയവും അവരുടെ കച്ചവടത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ച ഒരു സാഹചര്യം ഒരുപക്ഷെ ഹസനുൽ ബന്ന 1920കളിലും 30കളിൽ പോലും നേരിട്ട് നല്ല കാഴ്ചപ്പാടോടുകൂടി ദീർഘവീക്ഷണത്തോടുകൂടി കണ്ടു എന്ന് പോലും നമുക്ക് കാണാം. അദ്ദേഹം പറയുന്നുണ്ട്, ഈ സയോണിസ്റ്റുകളുടെ ഈ ത്രെട്ടിനെ മനസ്സിലാക്കിയില്ല എങ്കിൽ അത് അറബ് മുസ്ലിം ലോകത്തിന്റെ സാമ്പത്തികമായ പരാജയത്തിലേക്കും അവരുടെ സന്നിഗ്ധാവസ്ഥയിലേക്ക് പോലും അത് നയിക്കുമെന്ന് അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ അഭിപ്രായം പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ കൂടെ തന്നെ ഇദ്ദേഹം ഷെയ്ഖ് ഹസനുൽ ബന്ന ഈ ഒരു വിഷയത്തിൽ മൂന്നാമതായും എടുത്ത് പറയുന്നത്, സയോണിസ്റ്റ് പ്രൊജക്റ്റ് എന്നത് യഥാർത്ഥത്തിൽ മസ്ജിദുൽ അഖ്സ പിടിച്ചെടുക്കുകയോ ഫലസ്തീൻ പിടിച്ചെടുക്കുകയോ മാത്രമല്ല, ഇത് അതിനേക്കാളും അപ്പുറം കടന്നു പോകുന്ന ഒരു ത്രെട്ടായിട്ടാണ്, ഭീഷണിയായിട്ടാണ് അദ്ദേഹം അതിനെ കണ്ടത്. അതിൻ്റെ കൂടെ തന്നെ ഈ 1929 തന്നെ അറബ് മുസ്ലിം ലോകത്തിന്റെ മുമ്പിൽ ഈ യഹൂദരുടെ, പ്രത്യേകിച്ച് യഹൂദർ എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്ന സയോണിസ്റ്റുകളുടെ അവരുടെ ഈ താല്പര്യത്തിന്റെ അതുയർത്തുന്ന വെല്ലുവിളി അറബ് ലോകത്തിന്റെ മുന്നിൽ അദ്ദേഹം ഉയർത്തുവാൻ ശ്രമിച്ചത് നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ കൂടെ തന്നെ ഇത് പലപ്പോഴും ഫലസ്തീനികളെ പുറത്തിറക്കിക്കൊണ്ട് അവരുടെ യഹൂദരെ അവരുടെ സ്ഥാനത്ത് പിടിച്ചിരുത്തുന്ന സയോണിസ്റ്റുകളുടെ പ്രശ്നത്തെയും അദ്ദേഹം ഉയർത്തിക്കാട്ടുന്നത് കാണാം. അദ്ദേഹം തന്നെ വിവിധ പ്രസ്താവനകളിലൂടെ ഈ വിഷയം പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഫലസ്തീനി വിഷയം എന്നത് യഥാർത്ഥത്തിൽ അതൊരു ഫണ്ടമെന്റൽ ട്രൂത്തിന്റെ ഭാഗമായിട്ടാണ് തുടങ്ങുന്നത്. കാരണം ഫലസ്തീൻ പ്രദേശം എന്ന് പറയുന്നത് അറബ് ഇസ്ലാമിക പ്രദേശമാണ്. അതൊരു ലോക മുസ്ലിങ്ങൾക്കുള്ള യോമുൽ ഖിയാമ, അന്ത്യനാൾ വരെയുള്ള ഒരു എൻഡോവ്മെന്റ് ആയിട്ടാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഇത് ഒരു തരത്തിലും ഒരു മുസ്ലിമിന് ഒരിക്കലും അത് ഒഴിവാക്കാനോ തള്ളിക്കളയാനോ പറ്റുന്ന കാര്യമല്ല എന്നും, അതിൻ്റെ കൂടെ തന്നെ അത് മുസ്ലിങ്ങളുടെ ഒരു വിജയത്തിൻ്റെയും അവരുടെ കയ്യിൽ ട്രസ്റ്റായിട്ടും ഒരു അമാനത്തായിട്ടും ബാക്കിയാവേണ്ടതാണ് എന്നത് അദ്ദേഹം 1947 ബ്രദർഹുഡ് മാഗസിനിൽ അദ്ദേഹം പരാമർശിച്ചതായി നമുക്ക് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് കാണുവാൻ കഴിയും. ഇത് മാത്രമല്ല, ബന്ന അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിലൂടെ, സംഘാടനത്തിലൂടെ പണ്ഡിതന്മാരെയും സൂഫികളെയും യുവാക്കളെയും ക്ലബ്ബുകളെയും എല്ലാത്തിനെയും മുഴുവൻ ക്ലബ്ബ് ചെയ്തുകൊണ്ട് ഈ വളരെ സുസംഘടിതമായ സംഘാടനത്തിലൂടെ 1932 മുതൽ 42 വരെ നീണ്ടു നിൽക്കുന്ന കാലഘട്ടത്തിൽ വിവിധ മാർഗങ്ങളിലൂടെ ഈ ഒരു വിഷയം ജനതയുടെ മുന്നിലേക്ക് എത്തിക്കുവാനും വളരെ ശക്തമായ മൊബൈലൈസിങ്ങിലൂടെ 1948 അദ്ദേഹത്തിന്റെ തന്നെയും അല്ലെങ്കിൽ മുസ്ലിം ബ്രദർഹുഡിന്റെ ലീഡർഷിപ്പിലൂടെ
പൊതുജന മധ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നതും നമുക്ക് ഈ ഒരു വിഷയത്തിൽ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഷേഖ് ഹസനുൽ ബന്ന ചെയ്ത പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിൻ്റെ ചില പ്രഭാഷണങ്ങളിൽ ഈ ഒരു വിഷയം തന്നെ എടുത്തു പറയുന്നത് നമുക്ക് കാണാം. അദ്ദേഹം പറയുന്നുണ്ട്, ലോക മുസ്ലിങ്ങളെ, ഇത് ഫലസ്തീൻ എന്ന് പറയുന്നത് നമ്മളുടെ ഡിഫൻസിൻ്റെ, പ്രതിരോധത്തിൻ്റെ ആദ്യ ലൈനായിട്ടാണ് അദ്ദേഹം അതിനെ പരിചയപ്പെടുത്തുന്നത്. അത് മാത്രമല്ല, ഈ ഫലസ്തീനിൻ്റെയും ലോക മുഴുവൻ ജനതയുടെയും അവർ പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ് ഈ മുജാഹിദുകൾ പെരുമാറുന്നത്, അതെങ്കിൽ അവർ ഇടപെടുന്നത്. അതായത് ഫലസ്തീനിൻ്റെ സംരക്ഷണം ലോക മുസ്ലിമിൻ്റെ സംരക്ഷണം എന്ന തലത്തിലേക്ക് അദ്ദേഹം കണക്ട് ചെയ്യുന്നത് പോലും കാണാം. ഫലസ്തീൻ എന്ന് പറയുന്നത് ഷാം പ്രവേശത്തിൻ്റെ, അറബ് ലവാൻഡ് എന്ന് പറയുന്ന ആ അറബ് ഭാഗത്തെയോ അറബ് നാഷണലിസത്തിൻ്റെയോ ഒരു വിഷയത്തിനേക്കാളും അപ്പുറം ഇസ്ലാമിൻ്റെയും മുസ്ലിമിൻ്റെയും ഒരു വിഷയമായും പ്രശ്നമായും അദ്ദേഹം അത് മുന്നോട്ട് വെക്കുന്നത് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ മുഴുവൻ ജനതകളും സ്ട്രീറ്റിൽ ഇറങ്ങുകയും അന്ന് തന്നെ 1938 വർത്തമാനമാണ് ഈ പറയുന്നത്. അതായത് ബോയ്ക്കോട്ട് കൾച്ചർ എന്ന് പറയുന്നത് ഫലസ്തീനി വിഷയത്തിലുള്ള ഇസ്രായേലി, അമേരിക്കൻ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്നവരുടെ ബഹിഷ്കരണ പ്രവർത്തനം അത് ഇന്നൊന്നും തുടങ്ങിയതല്ല. ഇതിൻ്റെ പ്രധാന കണ്ണിയായ മാസ്റ്റർ മൈൻഡായ ഷേഖ് ഹസനുൽ ബന്ന 38 കാലത്ത് തന്നെ ബോയ്ക്കോട്ടിനെ കുറിച്ച് എടുത്ത് പറയുന്നത് കാണാൻ കഴിയും. അദ്ദേഹം പറയുന്നുണ്ട്, ഇസ്ലാമിൻ്റെ കോസിന് വേണ്ടി, ഇസ്ലാമിൻ്റെ കാരണത്തിന് വേണ്ടി ബോയ്ക്കോട്ടുകൾ തുടങ്ങുവാൻ പറയുന്നുണ്ട്. അവർക്ക് വേണ്ടി സംഭാവനകൾ, പാവങ്ങൾക്ക്, ഫലസ്തീനി സംഭാവനകൾക്ക് സാമ്പത്തിക സഹായം നൽകുവാനും ഇതിന് ഏർപ്പെടുന്ന മുജാഹിദുകളെ സഹായിക്കുവാനും പറ്റുമെങ്കിൽ വളണ്ടിയറായി പോലും മാറുവാനും പറയുന്നു. ഒരു തരത്തിലുള്ള അപ്പോളജീസും, മാപ്പുദാക്ഷിണ്യം, കൂപ്പുകൈ എന്നത് ഒരിക്കലും ഒരു മുസ്ലിമിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതല്ലെന്നും അതൊരു തരത്തിലുള്ള ഫെയ്ത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ ദൗർബല്യത്തെ സൂചിപ്പിക്കുന്നതാണെന്നും അദ്ദേഹം അത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സയോണിസത്തെ, അതിൻ്റെ കള്ളിയെ, അതിൻ്റെ എന്താണ് എന്ന് വളരെ വ്യക്തമായി തന്നെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിൽ 1947 പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്നത്, സയോണിസം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു നാഷണൽ ഹോംലാൻഡ്, യഹൂദർക്ക് വേണ്ടി വിവിധ ഭാഗങ്ങളിൽ ചിതറപ്പെട്ട യഹൂദർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നാഷണൽ ഹോംലാൻഡ്, ഒരു ദേശീയ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ മൂവ്മെന്റ് മാത്രമല്ല, യഥാർത്ഥത്തിൽ പലതരം താല്പര്യങ്ങളിലൂടെ ഒരുപാട് പ്രശ്നങ്ങൾ അറബ് മുസ്ലിം ലോകത്ത് ഉണ്ടാക്കുവാൻ കാരണമാവുന്ന ഒരു പ്രധാനപ്പെട്ട സംഘാടനമാണ് എന്നാണ് അദ്ദേഹം അതിൽ പറയുന്നത്. അവരുടെ യൂഫ്രട്ടീസ് മുതൽ നൈൽ വരെയുള്ള അവരുടെ മുദ്രാവാക്യങ്ങളെ തന്നെ പ്രത്യേകം തന്നെ എടുത്തു പറഞ്ഞുകൊണ്ട് അത് യഥാർത്ഥത്തിൽ അറബ് സ്റ്റേറ്റിനെ ഓരോന്നായി ഇല്ലാതാക്കുവാനും ഇസ്ലാമിക ലോകത്തെ നശിപ്പിക്കുവാനുമുള്ള പ്രധാന ലക്ഷ്യം അവരുടെ മുന്നിലുണ്ട് എന്ന് 1947 അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ പറയുന്നുണ്ട്. ഫലസ്തീനി ചിന്തപ്പെട്ട രക്തം, അവരുടെ ആയിരക്കണക്കിന് ഫലസ്തീനി വിഷയത്തിന് വേണ്ടി രക്തസാക്ഷിയായവർ, അതുപോലെ തന്നെ മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ അഖ്സ, ഈ നശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മസ്ജിദുൽ അഖ്സ, അതിൻ്റെ പവിത്രത, ഇതിനെയൊക്കെ സംരക്ഷിക്കുവാൻ എല്ലാ മുസ്ലിം സഹോദരന്മാരെയും സാമ്പത്തികമായും ശാരീരികമായും തന്നെ വിളിച്ചുകൊണ്ട് 1939 അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം നമുക്ക് വേറെയും കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഫലസ്തീൻ ബ്രദറിനെ മുന്നിൽ വെച്ചുകൊണ്ട്, അതായത് ഫലസ്തീനി സഹോദരന്മാരെ ഇസ്ലാമിന് വേണ്ടി അല്ലെങ്കിൽ ഫലസ്തീനിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പോരാടുന്ന ഫലസ്തീനികളെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു വർത്തമാനം ശക്തമായി തന്നെ പറയുന്നത് കാണുവാൻ കഴിയും. അതുകൊണ്ട് ലോക മുസ്ലിങ്ങൾ 1936 മെയ് 19 അദ്ദേഹത്തിൻ്റെ ആ മുസ്ലിം ബ്രദറുഡിൻ്റെ വീക്കിലിയിൽ അദ്ദേഹം എഴുതിയ ആ ഒരു ലേഖനത്തിൽ ലോക മുസ്ലിങ്ങളെ മുഴുവനും വീണ്ടും ഈ ഒരു വിഷയത്തിലേക്ക് ക്ഷണിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ഇസ്ലാമിക നവോത്ഥാനം, ഇസ്ലാമിക് റിനൈസയും അതുപോലെ തന്നെ ഫലസ്തീനി ലിബറേഷനും ഒരേ തരത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത കണ്ണി ചേർന്ന ഘടകങ്ങളായിട്ടാണ് അദ്ദേഹം ഇത് മുന്നോട്ട് വെച്ചതെന്നും അതിൻ്റെ മോചനത്തിന് അക്ഷരാർത്ഥത്തിൽ ഒരു ജിഹാദിൻ്റെയും ആവശ്യതയുണ്ടെന്നും ലോക മുസ്ലിങ്ങളുടെ ഒരു ഐക്യം ഇതിന് അനിവാര്യമാണെന്നും പോലും അദ്ദേഹം പറയുന്നത് കാണുവാൻ കഴിയും. ഇതേ സമയം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും ഇഖ്വാൻ മുസ്ലിമിനെയോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആൾക്കാരെയൊക്കെയോ ഇങ്ങനെയുള്ള വിഷയത്തിൽ സംസാരിക്കുമ്പോൾ ഇവരൊക്കെ ആന്റി സെമിറ്റുകളാണ് എന്ന് പറയുന്ന, യഹൂദ വിരുദ്ധത പറഞ്ഞ ആൾക്കാരാണെന്ന് പറയുന്ന ഒരു ആരോപണം ഈ ഒരു സമയത്ത് മുന്നോട്ട് വെക്കുന്നത് കാണുവാൻ കഴിയും. എന്നാൽ യഥാർത്ഥത്തിൽ അത് യഹൂദ വിരുദ്ധതയ്ക്കപ്പുറം ഇദ്ദേഹം യഹൂദന്മാരോട് സിമ്പതിയുള്ള, അതുപോലെ തന്നെ അവർ പീഡിപ്പിക്കപ്പെട്ടവരാണ് എന്നതിൽ സംശയമില്ലാത്ത ഒരു ആൾ തന്നെയായിരുന്നു. എന്നാൽ അതേ സമയം തന്നെ അദ്ദേഹം പറയുന്നുണ്ട്,
ഇത് ഒരു തരത്തിലും നിങ്ങൾ മുമ്പ് പീഡിപ്പിക്കപ്പെട്ടു എന്നും നാട്ടിൽ നിന്ന് അടിച്ചോടിപ്പിക്കപ്പെട്ടു എന്നതൊക്കെ ശരി തന്നെയാണെങ്കിലും അത് എന്നാൽ ഫലസ്തീനികളോടും അറബികളോടും അവരുടെ നാടുകളിൽ നിന്ന് അടിച്ചോടിപ്പിക്കുവാൻ, അവരെ ഇല്ലാതാക്കുവാൻ അതൊരു കാരണമാകുന്നില്ല എന്ന് അദ്ദേഹം വളരെ യുക്തിസഹമായി തന്നെ ജനങ്ങളെ ബോധിപ്പിക്കുന്നതും നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്ന കാര്യമാണ്. അതിൻ്റെ കൂടെ തന്നെ ഇദ്ദേഹം എന്തൊക്കെ ചെയ്യണമെന്ന് ഈ ഒരു കാര്യത്തിൽ 1949 വരെ ജീവിച്ചിരുന്ന ആ മനുഷ്യൻ ആ ഒരു സമയത്ത് തന്നെ എന്താണ് ഈ ഒരു വിഷയത്തിൽ നമുക്ക് മുന്നോട്ട് വെക്കാൻ പറ്റുന്ന പ്രതിവിധി എന്ന് പോലും അദ്ദേഹം ചിന്തിക്കുന്നത് നമുക്ക് കാണാം. അദ്ദേഹം പറയുന്നുണ്ട്, ഒരുപാട് പ്രാക്ടിക്കൽ ആസ്പെക്റ്റുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇത് 2024 ഫെബ്രുവരി 11 ഇപ്പോൾ മുസ്ലിം ബ്രദർഹുഡിന്റെ അവരുടെ നായിബ്, അതായത് ആക്ടിംഗ് മുസ്ലിം ബ്രദർഹുഡിന്റെ മുർഷിദായ ജനറൽ ഗൈഡായ ഡോക്ടർ സാലിഹ് അബ്ദുൽ ഹക്ക് എഴുതിയ ഒരു ഭാഗത്തുനിന്ന് ഞാൻ എടുത്ത ഒരു പാർട്ടാണ്. അതിൽ അദ്ദേഹം ഹസനുൽ ബന്ന മുന്നോട്ട് വെച്ചത് എന്താണെന്ന് വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് 1936 ഹസനുൽ ബന്ന ഒരു നാഷണൽ ഫോഴ്സുകളുടെയും പണ്ഡിതന്മാരെയും ചിന്തകന്മാരുടെയും എല്ലാം ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും അതിൻ്റെ ഭാഗമായി ഒരു ഹയർ കമ്മിറ്റി ഫലസ്തീനുകളെ സഹായിക്കാൻ രൂപപ്പെടുകയും അതിൻ്റെ കൂടെ തന്നെ വിവിധ ഭാഗങ്ങളിലേക്ക് അന്ന് ഫലസ്തീനിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഷേഖ് അമീൻ അൽ ഹുസൈനിക്ക് പ്രത്യേക ടെലഗ്രാം അയക്കുവാൻ അവർ തീരുമാനിക്കുകയും ചെയ്തിരുന്നതായി നമുക്ക് കാണാം. അതുപോലെ തന്നെ 1938 അവർ അറബ് കോൺഫറൻസിൻ്റെ ഒരു സഹായത്തോടു കൂടി ഒരു പോപ്പുലർ പാർലമെന്ററി കോൺഫറൻസ് അദ്ദേഹം വിളിച്ചു കൂട്ടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, പ്രത്യേകിച്ച് മുസ്ലിം നാടുകളായ സൗത്ത് ഏഷ്യൻ കൺട്രികളിലേക്കും ഈ ഒരു വിഷയത്തിൻ്റെ ഒരു പ്രാധാന്യം ബോധിപ്പിച്ചുകൊണ്ട് അദ്ദേഹം അതിൻ്റെ വക്താക്കളെ, മുസ്ലിം ബ്രദർഹുഡിൻ്റെയും അല്ലെങ്കിൽ ഈ സംഘാടനത്തിൻ്റെ വക്താക്കളെയും അദ്ദേഹം അയക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ ഫലസ്തീനിലെയും ചുറ്റുപാടുമുള്ള ക്രിസ്ത്യൻ വിഭാഗത്തെ തന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് അവിടെ ഉണ്ടായിരുന്ന ബിഷപ്പ് യുവന്നസ്, അതായത് കോപ്റ്റിക് ഓർത്തഡോക്സ് ഈജിപ്തിലെ കോപ്റ്റിക് ക്രിസ്ത്യാനികളുടെ തന്നെ പാട്രിയാർക്കായ ബിഷപ്പ് യുവന്നസിനെ തന്നെ പ്രത്യേകം അഡ്രസ്സ് ചെയ്തുകൊണ്ട് അവരുടെ ഫലസ്തീനി വിഷയത്തെ നിങ്ങളെല്ലാവരും തന്നെ സഹായിക്കണമെന്നും ഈ ഈജിപ്തിലെയും ചുറ്റുപാടുമുള്ള ക്രിസ്ത്യൻ സമൂഹങ്ങൾ മുഴുവനും ചേർന്നുകൊണ്ടാണ് ഫലസ്തീനി സ്ട്രഗിളിനെ ചേർന്ന് നിൽക്കണമെന്ന് അദ്ദേഹം പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരേ സമയം ഒരു ഇസ്ലാമിക മുസ്ലിം വിഷയമാണെന്ന് സമർപ്പിക്കുന്ന ഷെയ്ഖ് ഹസനുൽ ബന്ന തന്നെ അതേസമയം ഇത് ഒരുപോലെ എല്ലാവരും, അത് ക്രിസ്ത്യൻ സമൂഹം, അതായത് ഷാബ് എന്ന് പറയുന്ന അറബി ഖുർആനി പദപ്രയോഗം തന്നെയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. വിവിധ ജനസമൂഹങ്ങളെ തന്നെ ഈ ഒരു പൊതുവായ അതിക്രമത്തിനെതിരെ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടത് അത്യാവശ്യമായിട്ടാണ് ഹസൻ ബന്ന ഈ ഒരു വിഷയത്തിൽ കണ്ടത്. 1947 അദ്ദേഹം നൈൽ വാലി അതോറിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം രൂപപ്പെടുത്തുകയും അത് ജെറുസലേമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അത് രൂപപ്പെടുത്തിയത്. 1947 തന്നെ പോപ്പുലർ കോൺഫറൻസ് ഇൻ സപ്പോർട്ട് ഓഫ് ഫലസ്തീൻ എന്ന് പറഞ്ഞുകൊണ്ട് മസ്ജിദ് അഖ്സയിൽ അത് മേജർ ജനറൽ സാലിഹ് ഹർബിന്റെയും അഹമ്മദ് ഹുസൈന്റെയും ഒക്കെ നേതൃത്വത്തിൽ അത് വിളിച്ചു കൂട്ടുകയും അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഹസനുൽ ബന്ന അവിടെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ലോക ജനത മുഴുവനും, പ്രത്യേകിച്ച് വെസ്റ്റേൺ നാടുകളും മറ്റു പല മുസ്ലിം നാടുകളുമെല്ലാം ഇത് മാറി നിൽക്കുമ്പോൾ നമ്മൾ ശക്തമായി തന്നെ ഒരു ലോക മനസാക്ഷിയെ ഉണർത്തേണ്ടത് അനിവാര്യമാണെന്ന് അദ്ദേഹം 1947 ആ ഒരു കോൺഫറൻസിൽ അദ്ദേഹം പറയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി മറ്റു പല നീക്കങ്ങളും അദ്ദേഹം ചെയ്യുന്നത് ഒരു ഇസ്ലാമിക ലോക ഫണ്ട് സംവിധാനം രൂപപ്പെടുത്തുകയും അതുപോലെ തന്നെ ഫലസ്തീനികളെ സഹായിക്കുവാനും വേണ്ടി അതിന് ശരിയായ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുവാൻ അദ്ദേഹം ശ്രമിക്കുന്നത് നമുക്ക് കാണാം. എന്നാൽ 1948 യുദ്ധമുണ്ടാവുന്നു. 1948 യുദ്ധത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 10,000-ഓളം ഫലസ്തീനി ജിഹാദിന് വേണ്ടി ഇഖ്വാൻ മുസ്ലിമൂന്റെ പ്രവർത്തകരെയാണ് അദ്ദേഹം ഒരു പ്രഖ്യാപനത്തിൽ പ്രഖ്യാപിച്ചത്. അത് ഷെയ്ഖ് യൂസുഫുൽ കർലാവിയുടെ ആത്മകഥയിൽ അത് പരാമർശിക്കുന്നത് കാണാം. ഷെയ്ഖ് യൂസുഫുൽ കർലാവി പോലും അതിന് വരുന്ന ഫിദായിങ്ങളായ യുദ്ധത്തിന് വളണ്ടറിയായ ആൾക്കാരുടെ രജിസ്റ്റർ ചെയ്യാനുള്ള ഉത്തരവാദിത്തമായിരുന്നു കർലാവിക്കുണ്ടായിരുന്നത്. അദ്ദേഹം അത് പ്രത്യേകം എടുത്ത് പറയുന്നത് കാണാൻ കഴിയും. എന്നാൽ ഇതൊക്കെ ഉണ്ടാവുകയും അതിൻ്റെ ഇടയിൽ തന്നെ മറ്റു പല അറബ് രാഷ്ട്രങ്ങളും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് 1948 ഒരു രഹസ്യ മീറ്റിംഗ് ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായി മുസ്ലിം ബ്രദർഹുഡിനെ മുന്നോട്ട് പോകുന്നതിൽ നിന്ന് തടയുവാൻ വേണ്ടി അവരെ ഡിസോൾവ് ചെയ്യുകയും അങ്ങനെ 1948 തന്നെ അവരെ ബാൻ ചെയ്യുന്ന ഒരു സംഭവം നമുക്ക് കാണുവാൻ കഴിയും. ഈ ഒരു യുദ്ധം തിരിച്ചു വരുമ്പോൾ തന്നെ ഈ ഇസ്ലാമിക് ഫലസ്തീൻ ജിഹാദിൽ പങ്കെടുത്ത
പങ്കെടുത്ത തിരിച്ചു വന്ന ഈ മുജാഹിദുകളായ മുസ്ലിം ബ്രദർഹുഡിന്റെ പ്രവർത്തകരെ പിന്നീട് അറസ്റ്റ് ചെയ്യുന്നത് പോലും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ 1949 ഫെബ്രുവരി 22 അദ്ദേഹത്തെ ഒരു പരിപാടിക്ക് പങ്കെടുത്ത് തിരിച്ചു വരുന്ന വഴി ഒരു ബസ്സിൽ വെച്ച് ഈ കിങ് ഫാറൂഖിന്റെ കിങ്കരന്മാർ വെടിവെച്ച് കൊല്ലുകയും അദ്ദേഹത്തിനെ ആരും സഹായിക്കാനില്ലാതാവുകയും ചെയ്യുന്നു. അത് പറയപ്പെടുന്നത് ആ വെടി ഒരുപക്ഷെ അത്രത്തോളം മാരകമായിരുന്നില്ല, എന്നാൽ രക്തം വാർന്നൊഴിഞ്ഞിട്ടാണ് അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പിതാവായ ഷെയ്ഖ് അബ്ദുറഹ്മാൻ മാത്രമായിരുന്നു വയസ്സനായിരുന്ന ഷെയ്ഖ് അബ്ദുറഹ്മാൻ 43 വയസ്സുള്ള തൻ്റെ മകനെ എടുത്തുകൊണ്ട് പോവേണ്ട ഒരവസ്ഥ പോലും ഉണ്ടായതായി നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. ഇത്രത്തോളം ഭീകരമായ, ഫലസ്തീനിന് വേണ്ടി പോരാടിയ, രക്തം നൽകിയ, ഫലസ്തീന് വേണ്ടി ചിന്തിച്ച ഒരു പണ്ഡിതനെയാണ് ഈ പറയുന്ന അറബ് ലോകത്തിൻ്റെ പലതരം ചർച്ചകളിലൂടെ അവരെ ഈ നേതാക്കന്മാർ ഇല്ലാതാക്കി എന്നത് പോലും നമുക്ക് കാണുവാൻ കഴിയും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യങ് മുസ്ലിം അസോസിയേഷൻ എന്ന് പറയുന്ന, അതായത് ചെറുപ്പക്കാരുടെ സംഘാടനത്തിൻ്റെ മീറ്റിംഗ് തിരിച്ചു വരുന്ന വഴിയിട്ടാണ് അദ്ദേഹത്തെ വധിക്കുന്നത്. അത്രത്തോളം ഫലസ്തീനി വിഷയത്തിന് സംഭാവനകൾ അർപ്പിച്ച ഒരാളെ എല്ലാ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്യുകയും നേതാവിനെ മാത്രം ഒറ്റയ്ക്കാക്കുകയും അങ്ങനെ ഒറ്റയ്ക്കിട്ട് വധിക്കുകയും ചെയ്യുന്ന ഒരു ചരിത്രം കാണുന്നു. ഇസ്ലാമിക ലോകത്ത് ഇന്നും മുസ്ലിം ബ്രദർഹുഡ് ലോകത്തിൻ്റെ, അറബ് ലോകത്തിൻ്റെയും പാശ്ചാത്യ ഭാഗത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിലേക്ക് പടർന്ന് പന്തലിച്ചു. അവിടെയെല്ലാം ഫലസ്തീൻ എന്ന് പറയുന്നത് അറബ് ഇസ്ലാമിക ഒരു കോസായിട്ട്, പ്രശ്നമായിട്ട് ഇന്നും ഉയർത്തിക്കാട്ടുവാൻ അവരെ പ്രേരിപ്പിച്ചത് 1906 ജനിക്കുകയും 1949 രക്തസാക്ഷിയാവുകയും ചെയ്ത 43 വയസ്സുകാരനായ ഷെയ്ഖ് ഹസനുൽ ബന്നയുടെ സംഭാവനയായിരുന്നു എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഈ ഒരു വിഷയത്തിൽ നമ്മൾ അടുത്തതായി മനസ്സിലാക്കേണ്ടതാണ് മൗലാന മൗദൂദി എന്ന് പറയുന്നത്. ലോക ഇസ്ലാമിക ചരിത്രത്തിൽ 20-ാം നൂറ്റാണ്ടിൻ്റെയും 21-ാം നൂറ്റാണ്ടിൻ്റെയും ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന, ഇന്ന് നമ്മളുടെ സ്വന്തം കേരളത്തിൽ പോലും ഒരു ഭൂതം കണക്കെ തന്നെ സമകാലിക രാഷ്ട്രീയ സാമൂഹിക മേഖലയിൽ പോലും എപ്പോഴും വീണ്ടും വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരാണ് മൗലാന സയ്യിദ് അബുൽ അല മൗദൂദി എന്ന് പറയുന്ന അതികായകനായ പണ്ഡിതൻ. 1903 ജനിക്കുകയും 79 മരണപ്പെടുകയും ചെയ്യുന്ന ഇദ്ദേഹത്തിൻ്റെ നിരവധി പ്രഭാഷണങ്ങൾ ഫലസ്തീനുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് കാണുവാൻ കഴിയും. വളരെ പ്രധാനമായി സൻഹെ അഖ്സ, ദ ട്രാജഡി ഓഫ് അഖ്സ എന്നതും ഹിസ്റ്റോറിക്കൽ റൂട്ട്സ് ഓഫ് ഫലസ്തീനിയൻ പ്രോബ്ലം എന്ന് പറയുന്ന പേരിലും, രണ്ട് പേരിലും ഈ ബുക്ക് പിന്നീട് പബ്ലിഷ് ചെയ്യപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും. 1969 മസ്ജിദുൽ അഖ്സയിൽ ഒരു യഹൂദനായ ഓസ്ട്രേലിയൻ പൗരനായിരുന്ന ഡെനീഷ് മൈക്കൽ റോഹൻ മസ്ജിദുൽ അഖ്സ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കത്തിച്ചു കളഞ്ഞു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് OAC പോലും രൂപപ്പെടുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് മൗലാന മൗദൂദിയുടെ ഒരു പ്രഭാഷണം അദ്ദേഹം നടത്തുന്നുണ്ട്. പ്രഭാഷണം പിന്നീട് അത് പബ്ലിഷ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ എഴുത്തിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസായ തഫീമുൽ ഖുർആനിലും എന്താണ് യഹൂദ ജനതയ്ക്ക് സംഭവിച്ചതെന്നും അത് ചരിത്രപരമായും, അതായത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൽ നിന്ന് തുടങ്ങി ഈസാ അലൈഹി ഇസ്ലാമിലേക്ക് എത്തുകയും അതിനുശേഷം പിന്നീട് അറബ് ലോകത്ത് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് വളരെ വ്യക്തമായ രീതിയിൽ അദ്ദേഹം ഇത് എഴുതുന്നത് കാണുവാൻ കഴിയും. ഈയിടയിൽ മലയാളത്തിൽ പബ്ലിഷ് ചെയ്ത ക്രിസ്തുമതം, യഹൂദമതം എന്ന് പറയുന്ന കിതാബിൽ പോലും വളരെ ഡീപ്പായി തന്നെ എന്താണ് ഫലസ്തീനിയൻ കോസ് പ്രശ്നം എന്ന് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. തഫീമുൽ ഖുർആൻ യഥാർത്ഥത്തിൽ വളരെ ബലപ്പെട്ട അതിപ്രധാനമായ റെഫറൻസ് ആണ് ഈ വിഷയത്തിൽ. അദ്ദേഹം തന്നെ ഇത് പറയുന്നുണ്ട്. അതായത് ഇസ്ലാം, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിന് മുമ്പ് തന്നെ ഈ ഫലസ്തീനി പ്രദേശം ഏറെക്കുറെ മുഴുവനും അറബുകളാൽ താമസിക്കപ്പെടുന്ന ഒരു പ്രദേശമായിരുന്നു. അവർക്ക് അവിടെ ആ ഭാഗത്തേക്ക് ഒരു ലീഗൽ റൈറ്റ് പോലും ഉണ്ടായില്ലായിരുന്നു. പിന്നീടാണ് അതിനുശേഷമാണ് യഹൂദന്മാർ പല ഘട്ടങ്ങളിലായി ഫലസ്തീനി ശക്തിപൂർവ്വം പിടിച്ചെടുക്കുകയും അവരവിടെ ജനസീഡ് നടത്തുകയും അങ്ങനെ ആ ഫലസ്തീൻ പ്രദേശത്തെ കൂടുതൽ പലായനങ്ങളിലൂടെ അവർ അധികാരം നേടുവാൻ കഴിഞ്ഞതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അത് ദക്ഷിണ ഫലസ്തീനിൽ വളരെ 4-5 നൂറ്റാണ്ടുകൾ മാത്രമേ അവരവിടെ താമസിച്ചിരുന്നുള്ളൂ. നോർത്തേൺ ഫലസ്തീനിൽ അദ്ദേഹം പറയുന്നത് അത് 8 മുതൽ 9 വരെ നൂറ്റാണ്ടുകൾ മാത്രമാണ് അവർ താമസിച്ചത്. എന്നാൽ അതിനു മുമ്പ് തന്നെ അറബികൾ ഫലസ്തീനിൽ, സൗത്ത് ഫലസ്തീനിലും അതുപോലെ തന്നെ നോർത്ത് ഫലസ്തീനിലും ഏകദേശം 2000 വർഷത്തിലധികം തന്നെ
അറബികൾ തന്നെ ആയിരുന്നു, അതായത് മറ്റുള്ള ജനസമൂഹമായിരുന്നു അവരവിടെ ഭരിച്ചിരുന്നതെന്ന് അദ്ദേഹം ഈ സനഹെ അക്സ ദ ട്രാജഡി ഓഫ് അൽ അക്സ എന്ന് പറയുന്ന രചനയിൽ അദ്ദേഹം അത് പറയുന്നത് കാണുവാൻ കഴിയും. അതിനുശേഷമാണ് ദ പ്രോമിസർ ലാൻഡ് എന്ന് പറയുന്ന ഒരു വാദം ഉയർത്തിക്കൊണ്ടുവന്ന് അതിനെ ഇല്ലാതാക്കുവാനും ആ ഫലസ്തീനികളെ അവിടുന്ന് തുരത്തി ഓടിക്കുവാനും ശ്രമിച്ചത് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഇന്നിപ്പോൾ ഫലസ്തീൻ അല്ലെങ്കിൽ തിയോഡർ ഹെർസൽ മുന്നോട്ട് വെച്ചൊരു കൺസെപ്റ്റ് ആയിരുന്നു, അതായത് ദ പീപ്പിൾ വിത്തൗട്ട് ലാൻഡ് ഫോർ ദ ലാൻഡ് വിത്തൗട്ട് ദ പീപ്പിൾ. അതായത് ജനതയ്ക്ക് ഭൂമിയില്ലാത്ത ജനതയ്ക്ക് ജനതയില്ലാത്ത ഭൂമി എന്ന് പറയുന്ന ഒരു ഫേക്കായ ഒരു ഫാൾസായ റെഡ് ഫ്ലാഗ് നിറഞ്ഞ ഒരു പ്രഖ്യാപനം കൊണ്ടുവന്നുകൊണ്ടാണ് തിയോഡർ ഹെർസൽ ഈ ഒരു വിഷയത്തെ മുന്നോട്ട് വെച്ചത്. മൗലാന മൗദൂദി തന്നെ ഈ ഒരു വിഷയത്തിൽ ഉസ്മാനിയ ഖിലാഫത്തിന്റെ നേതൃത്വം അന്നുണ്ടായിരുന്ന സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിന്റെ ഒരു വളരെ ബോൾഡായ തീരുമാനത്തെ പോലും ഈ രചനയിൽ പറയുന്നുണ്ട്. ഈ തിയോഡർ ഹെർസൽ സാമ്പത്തികമായ സഹായം നൽകിക്കൊണ്ട് ഖിലാഫത്തിനെ രക്ഷിക്കാമെന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടിയായിട്ട് സുൽത്താൻ അബ്ദുൽ ഹമീദ് അവരോട് പറയുന്നത്, ഞാനിവിടെ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഇത് ഒരു തരി പോലും ഫലസ്തീനികളിൽ നിന്ന് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുകയില്ല, നിങ്ങളുടെ സ്വത്ത് നമുക്ക് വേണ്ടതില്ല എന്നാണ് പറയുന്നത്. വളരെ കൗതുകമെന്ന് പറയട്ടെ, മൗലാന മൗദൂദി അത് തുടർന്നുകൊണ്ട് പറയുന്നത് 1908 അല്ലെങ്കിൽ 1909 അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാകുന്ന നേരത്ത് രണ്ട് യുവ തുർക്കികളും അതിലൊന്ന് ഹക്കം എന്ന് പറയുന്ന ഹക്കം എഫന്തി എന്ന് പറയുന്ന ഒരാളുമായിരുന്നു. ഈ ഹക്കം എഫന്തി ആയിരുന്നു തിയോഡർ ഹെർസൽ ഫലസ്തീനി ഭൂമി വേണമെന്ന് പറഞ്ഞുകൊണ്ട് സുൽത്താൻ അബ്ദുൽ ഹമീദിനെ സമീപിക്കുവാൻ അയച്ച ആൾ. ആ മനുഷ്യനാണ് ഈ രണ്ടിൽ മൂന്നാമൻ എന്ന് പറയുന്നത് ഈ ഹക്കം എഫന്തി ആയിരുന്നു. അയാളാണ് സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമനെ ഖലീഫ എന്ന് പറയുന്ന സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിൻ്റെ കത്ത് കയ്യിൽ കൊടുക്കുന്ന ആൾ. ഇത്രത്തോളം വളരെ ചരിത്രത്തിൽ ഒരു പാരഡോക്സ് നിറഞ്ഞ ഐറണി നിറഞ്ഞ നിമിഷം പോലും നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. മൗലാന മൗദൂദി ഇതിനേക്കാളും അപ്പുറം പലവിധ ഘട്ടങ്ങൾ പറയുന്നുണ്ട്. അതായത് ആദ്യഘട്ടം അവർ ഫലസ്തീനെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു, പലായനങ്ങളിലൂടെ നേരിടുന്നു. രണ്ടാമത്തെ ഘട്ടം അവരുടെ അറബ് ലോകത്തിനെ അവരെ സാമ്പത്തികമായും അതുപോലെ തന്നെ മിലിറ്ററിയായും പലവിധ യുദ്ധങ്ങളിലൂടെ അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. മൂന്നാമത്തെ ഘട്ടമായിട്ട് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ ഈ വർഷം, അതായത് 1948 ശേഷമുള്ള അവരുടെ കാലഘട്ടം മുതൽ ബൈത്തുൽ അഖ്ദസ് പ്രദേശം മാത്രമല്ല ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളും കൂടി, അതായത് സിനായ് പെനിൻസുല അവർ പിടിച്ചെടുത്തു. അതുപോലെ തന്നെ 1967 നടന്ന യുദ്ധത്തിലൂടെ മറ്റു പല പ്രദേശങ്ങളും അറബ് പ്രദേശങ്ങൾ മുഴുവനും അവരുടെ കീഴിലേക്ക് കൊണ്ടുവന്നു. മൗലാന മൗദൂദി അവരുടെ അറബികളെ യഹൂദന്മാരുടെ, ഇവിടെ യഹൂദന്മാരെന്ന് മൗലാന മൗദൂദി പറയുന്നത് സയോണിസ്റ്റുകളാണ്. കാരണം ഈ ബുക്കിന്റെ തന്നെ തുടക്കത്തിൽ തന്നെ അതിലെ എഡിറ്റർ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, ഇവിടെ യഹൂദൻ എന്ന് വിളിക്കുന്നത് യഹൂദഫോബിയ നിറയ്ക്കുന്ന ഒരു വർത്തമാനത്തിന്റെ ആളായിട്ടല്ല, ഇവിടെ സയോണിസ്റ്റുകളെയാണ് മൗലാന മൗദൂദി യഹൂദർ എന്ന് വിളിക്കുന്നതായിട്ട് പ്രത്യേകം നോട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഇവരുടെ ശക്തമായ ഒരു വളർച്ച മൂന്നാമത്തെ ഉണ്ടാവുന്നു. ഈ മൂന്നാമത്തെ സ്റ്റേജിൽ തന്നെ ഇതിന് ഇന്നും പ്രധാനപ്പെട്ട സപ്പോർട്ടറായി, അൺകണ്ടീഷണൽ സപ്പോർട്ടറായി US അവരുടെ കൂടെ ഉണ്ടാവുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. നാലാമത്തെ പ്ലാനായിട്ട് ഇവരുടെ നാലാമത്തെ പ്ലാൻ, അതായത് ഒന്ന് മസ്ജിദുൽ അഖ്സയും ചുറ്റുപാടുമുള്ള ഫലസ്തീനിലെ മുസ്ലിങ്ങളുടെ സിംബലുകളും തകർത്ത് കളയുകയും അവിടെ സോളമൻ മന്ദിരം പണിയുകയും ചെയ്യുക എന്നതാണ്. നമ്മളിത് പലപ്പോഴും അതിശയോക്തിയായിട്ട് പലർക്കും തോന്നാറുണ്ട്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഇസ്രായേലിലെ പല നേതാക്കന്മാരും അവരുടെ സോഷ്യൽ മീഡിയ ഔട്ട്ലെറ്റുകളിൽ ഷെയർ ചെയ്ത AL ജനറേറ്റഡായ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം. മസ്ജിദുൽ അഖ്സയും ചുറ്റുപാടുമുള്ള പല ഭാഗങ്ങൾ തകർത്ത് കളയുകയും അവിടെ സോളമൻ ടെമ്പിൾ എന്ന് പറയുന്ന, അതായത് സുലൈമാൻ നബി അലൈഹി സ്വലാം പണിഞ്ഞു എന്ന് കരുതപ്പെടുന്ന ആ ടെമ്പിളിലെ വീണ്ടും പണിയുകയും ഈ ഭാഗങ്ങൾ മുഴുവൻ തകർത്തുകൊണ്ട് അവിടെ പണിയുകയും ചെയ്യുക എന്നതാണ് അവർ ലക്ഷ്യം. അതായത് കത്തിച്ച് കളഞ്ഞത് പോലും, ഈ ഒരു പ്രഭാഷണം എഴുത്ത് പോലും അദ്ദേഹം നടത്തുന്നത് 1969 ഞാൻ നേരത്തെ പറഞ്ഞ ആ ഓസ്ട്രേലിയൻ പൗരൻ മസ്ജിദുൽ അഖ്സയിൽ തീ കത്തിച്ചു എന്നതുകൊണ്ടാണ്. ആ കത്തിച്ചത് പോലും യഥാർത്ഥത്തിൽ അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോഴും ചില റിപ്പോർട്ടുകൾ മുമ്പ് വന്നിരുന്നു, മസ്ജിദുൽ അഖ്സയുടെ അടിയിൽ പലപ്പോഴും ഇവർ പലവിധ തുരങ്കങ്ങൾ ഉണ്ടാക്കുകയും തകർക്കാൻ ശ്രമം നടക്കുകയും ചെയ്തതായിട്ട് ചില റിപ്പോർട്ടുകൾ പോലും കാണാം. അപ്പോൾ അതായത് മസ്ജിദുൽ അഖ്സയെ ഇന്നത്തെ ഇസ്ലാമിക സിംബലുകളെ തകർത്തുകൊണ്ട് അവിടെ സോളമൻ ടെമ്പിളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് ഇവരുടെ ഒരു പ്രധാന ലക്ഷ്യമായിട്ട് മൗലാന മൗദൂദി എടുത്ത് പറയുന്നത്.
അതിൻ്റെ കൂടെ തന്നെ മൗലാന മൗദൂദി മുന്നോട്ട് വെച്ച മറ്റു ചില കൺസെപ്റ്റുകളും കൂടി നമുക്ക് കാണാം. അദ്ദേഹം ചില പോയിന്റുകൾ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഇസ്രായേലികൾ അവരുടെ ലോകശക്തിയെ തങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവരുവാൻ അതിൽ വിജയിച്ചത് കാണാം. ഒരുപക്ഷെ അത് ഫ്യൂച്ചറിലും അത് അങ്ങനെ തന്നെ ആവാം. അമേരിക്ക തങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന കാലത്തോളം എന്ത് എന്ത് ഏറ്റവും വലിയ ക്രൂരത ചെയ്യുന്നതിൽ പോലും അവർ നാണിക്കുകയുമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത്, ഇത് സോഷ്യലിസ്റ്റ് ബ്ലോക്ക് പോലും പലപ്പോഴും ഒരു ഹെൽപ്ലെസ് ആയ ഒരു സാഹചര്യത്തെയാണ് അവര് മുന്നോട്ട് വെക്കുന്നത്. അതായത് അവരിൽ നിന്ന് പ്രത്യേകം ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. ഒരു പരിധി വരെ ചെന്നാൽ ചിലപ്പോൾ അവരിൽ നിന്ന് ആയുധം ലഭിക്കാം. എന്നാൽ പലപ്പോഴും ആയുധം തരുന്നത് പോലും, അതായത് സാമ്പത്തിക ഒരു സൈനിക സഹായം പോലും സോഷ്യലിസ്റ്റ് ബ്ലോക്ക് നമുക്ക് തരുന്നത് നമ്മുടെ ഇസ്ലാമിനെ അതിൽ നിന്ന് തൂത്തെറിയുകയും അവരുടെ താല്പര്യത്തിന് വഴങ്ങുകയും ചെയ്യുക എന്ന കണ്ടീഷന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ന് മൗദൂദി പറയുന്നത് കാണാൻ കഴിയും. ഈ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് 1969, അതായത് 90കൾ വരെ അമേരിക്ക USSR ശീതയുദ്ധം നടക്കുന്ന പശ്ചാത്തലത്തിലാണ്. അതുകൊണ്ടാണ് സോഷ്യലിസ്റ്റ് ബ്ലോക്ക് എന്ന് അദ്ദേഹം പറയുന്നത്. അതായത് അമേരിക്കൻ വിരുദ്ധ ശക്തികളായ സോഷ്യലിസ്റ്റ് ബ്ലോക്ക് പോലും സഹായിക്കുന്നതിൽ അവരവരുടെ കണ്ടീഷൻ, മതത്തെ ഇസ്ലാമിനെ ഒഴിവാക്കുന്ന ഒരു കണ്ടീഷൻ മുന്നോട്ട് വെക്കാനും സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ UN പോലും പ്രത്യേകം ഒന്നും ചെയ്യാൻ കഴിയില്ല. പലതരം അട്രോസിറ്റികൾ ഇസ്രായേലിന്റെ ഭാഗത്തുണ്ടായിട്ട് പോലും അവർക്ക് അന്നും കഴിഞ്ഞിട്ടില്ല. നോക്കുക, ഇന്നും UN ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മൗദൂദി സാഹിബ് അത് പ്രത്യേകം അന്ന് തന്നെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരു തരത്തിലുള്ള ഒരു പ്രവചന സ്വഭാവം പോലും അദ്ദേഹത്തിന്റെ ഈ ഒരു കാഴ്ചപ്പാടുകളിലുണ്ട്. അതുപോലെ തന്നെ ഫലസ്തീനി വിഷയത്തെ കൈകാര്യം ചെയ്യാൻ അറബ് ആർമിക്ക് പോലും വിജയിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. ഈ കഴിഞ്ഞ 22 വർഷത്തിന്റെ ഒരു എക്സ്പീരിയൻസ് അത് തെളിയിക്കുന്നതായിട്ട് മൗലാന മൗദൂദി പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ കൂടെ മൗലാന മൗദൂദി ഈ വിഷയത്തിനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത് നമുക്ക് കാണാം. ആ കൺക്ലൂഷൻ മൗലാന മൗദൂദി പറയുന്നത്, ഇത് നമ്മൾ വളരെ റിയലായ ശരിയായ വിഷയമായി മനസ്സിലാക്കണം. ഇതൊരു മസ്ജിദുൽ അഖ്സയുടെ ഒരു പ്രൊട്ടക്ഷൻ മാത്രമല്ല, ഇതിനേക്കാളും അപ്പുറം ഇത് മസ്ജിദുൽ അഖ്സ എന്നത് മുഴുവൻ ലോകത്തിന്റെ ഒരു വിഷയമായി മനസ്സിലാക്കണം. മസ്ജിദുൽ അഖ്സ അത് മസ്ജിദുൽ അഖ്സ സംരക്ഷിക്കപ്പെടാത്തിടത്തോളം കാലം ഫലസ്തീൻ ഒരിക്കലും സംരക്ഷിക്കപ്പെടുകയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഫലസ്തീനെ സയോണിസ്റ്റ് കൊളോണിയലിസത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നതാണ് യഥാർത്ഥ ചലഞ്ചായി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഏറ്റവും സിമ്പിളായ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഫലസ്തീനികളായ അവിടെ ഉണ്ടായിരുന്ന ബാൽഫർ ഡിക്ലറേഷൻ 1917 ഒരു ബ്രിട്ടീഷ് ബ്യൂറോക്രാറ്റ് അഡ്മിനിസ്ട്രേറ്റർ ആയ ഒരാൾ ലോർഡ് ബാൽഫർ, അയാളും അതുപോലെ തന്നെ റോഡ്ഷൈൽഡ് എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ ഒരു ഇസ്രായേലി യഹൂദ സയോണിസ്റ്റ് സമ്പന്നൻ തമ്മിലുള്ള ഒരു ഇടപാടുകൾ നമുക്ക് കാണാം. അതിലാണ് ബാൽഫർ ഡിക്ലറേഷൻ ഉള്ളത്. ഈ ബാൽഫർ ഡിക്ലറേഷനിൽ അതിൻ്റെ ഭാഗമായിട്ടാണ് ബ്രിട്ടീഷ് സാമ്രാജ്യം ഫലസ്തീനിൽ യഹൂദർക്കുള്ള ഹോം ലാൻഡ് നൽകാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറയുന്ന പ്രഖ്യാപനം ഉണ്ടാവുന്നത്. അതിലേക്കാണ് മൗലാന മൗദൂദി ചൂണ്ടിക്കാട്ടുന്നത്. ഈ ബാൽഫർ ഡിക്ലറേഷന് മുമ്പ് എത്രത്തോളം ഫലസ്തീനികൾ ആട്ടിയോടിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെ മുതൽ ഇങ്ങോട്ട് വരെ, അതായത് എന്ന് മുതലാണോ ഫലസ്തീനിൽ ആട്ടിയോടിക്കപ്പെട്ടത് അവിടെ മുതൽ ഇന്ന് വരെയുള്ള മുഴുവൻ ഫലസ്തീനികൾക്കും തിരിച്ചു വരുവാനും സയോണിസ്റ്റ് കൊളോണിയൽസിൽ നിന്ന് ഫലസ്തീനികൾക്ക് മോചനം നേടാത്തിടത്തോളം കാലം യഥാർത്ഥത്തിൽ ലോക മുസ്ലിങ്ങൾക്ക് വിജയമുണ്ടാവുകയില്ല എന്ന തരത്തിലൊരു പരാമർശം പോലും കാണുന്നത്. അതായത് ഫലസ്തീനിന്റെ വിമോചനം മസ്ജിദുൽ അഖ്സയുടെ വിമോചനം മാത്രമല്ല, മുഴുവൻ ഫലസ്തീനികളുടെ വിമോചനം പോലും അതിൻ്റെ അനിവാര്യമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അതല്ല എങ്കിൽ പിന്നീട് എന്താണ് സംഭവിക്കുക എന്നും പറയുന്നുണ്ട്. അതല്ല എങ്കിൽ ഇവരുടെ ടെറിട്ടറികൾ ഇന്ന് നമ്മൾ കാണുന്ന പോലെ സിറിയയിലേക്കും ചുറ്റുപാടുള്ള ഭാഗങ്ങളിലേക്കും യൂഫ്രട്ടീസിലേക്കും നൈലിലേക്കും മുഴുവനും തങ്ങളുടെ ടെറിട്ടറികൾ വ്യാപിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് നമുക്ക് കാണാം. ഇപ്പോഴുള്ള മന്ത്രിസഭയിലെ പല യഹൂദ നേതാക്കന്മാർ പോലും പറയുന്ന ഒരു കാര്യമുണ്ട്. ഒട്ടുമിക്ക വലിയ പ്രദേശങ്ങളും അവരുടെ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ ഉള്ളിൽ പെടുന്നതായിട്ട് ചില പ്രഖ്യാപനങ്ങളുണ്ട്. അതാണ് മൗലാന മൗദൂദി ഈ ഒരു വിഷയത്തിലേക്ക് ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഫലസ്തീനികളുടെ മുഴുവൻ പൂർണ്ണമായ പൗരത്വം ഉറപ്പുവരുത്തുകയും അവിടുന്ന് ബാക്കിയുള്ളവർ തിരിച്ചു പോവുകയും ചെയ്യുക എന്നാണ് മൗലാന മൗദൂദി ഈ ഒരു വിഷയത്തിൽ പ്രത്യേകമായിട്ട് തന്നെ എടുത്തു പറയുന്നത്. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള ധാർമ്മികതയോ ഒരു തരത്തിലുള്ള ഒരു മതേതരത്വമോ അതിൻ്റെ ഭാഗമായിട്ടോ ഒന്നും തന്നെ അവർ കാണുന്നില്ല. കാരണം അമേരിക്ക സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള ധാർമ്മികതയോ ഒരു തരത്തിലുള്ള ഒരു മതേതരത്വമോ അതിൻ്റെ ഭാഗമായിട്ടോ ഒന്നും തന്നെ അവർ കാണുന്നില്ല.
ഒന്നുമില്ലാതെ മുഴുവനും സയോണിസ്റ്റുകൾക്കും എഴുതി കൊടുത്ത, അവർക്ക് മുഴുവനും നിരുപാധികമായ പിന്തുണ അർപ്പിച്ച അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നും, ഇതിങ്ങനെ പോവുകയാണെങ്കിൽ ലോക ഇസ്ലാം ഭൂമി തലത്തിൽ ഒരൊറ്റ മുസ്ലിം പോലും ഈ ഫലസ്തീനിനോട് സിമ്പതി കാണിക്കാത്ത ഒറ്റ മുസ്ലിം പോലും ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫലസ്തീനിൽ നിന്ന് ഫലസ്തീനിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ അവർ ഈ ഒരു വിഷയത്തിൽ ഗൗരവമായി തന്നെ സമീപിക്കണമെന്നാണ് മൗലാന മൗദൂദി ഈ ഒരു വിഷയത്തിൽ അവസാനമായും പറയുന്നത്. ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സനാഹയെ ഫലസ്തീൻ എന്ന് പറയുന്ന, മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ട്രാജഡി ഓഫ് മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന കിതാബിൽ 45-46 പേജുകളിലാണ് അദ്ദേഹം ഈ ഒരു ഭാഗം പ്രത്യേകമായി എടുത്തു പറയുന്നത്. അങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പണ്ഡിതന്മാരിൽ ഒന്ന് മൗലാന മൗദൂദിയും ഷെയ്ഖ് ഹസനുൽ ബന്നെ പോലെ തന്നെ മൗലാന മൗദൂദിയും ഈ ഒരു വിഷയത്തിൽ വളരെ ഗൗരവതരമായ കാഴ്ചപ്പാടാണ് മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ചിന്തകളിലൂടെ ഇപ്പോഴും പാകിസ്ഥാനിൽ അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ, ഈവൻ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ പോലും ഇത്രയും വലിയൊരു ഫലസ്തീനി അനുകൂല നിലപാട് രൂപപ്പെടുത്തുന്നതിൽ ഈ സംഘടനയ്ക്ക്, ജമാഅത്ത് ഇസ്ലാമിക്ക് വലിയ റോളുണ്ട് എന്ന് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. മൂന്നാമതായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരാളാണ് ആയത്തുള്ള റൂഹുല്ല ഖുമൈനി. 1979 ഇറാനിയൻ ജനതയെ റിസാ ഷാ പഹ്ലവിയുടെ അധികാരത്തിൽ നിന്ന് രക്ഷിക്കുകയും അത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നൽകുകയും ചെയ്ത ഒരു ഷിയഈ പണ്ഡിതനാണ് ആയത്തുള്ള റൂഹുല്ല ഖുമൈനി. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മൂന്ന് പണ്ഡിതന്മാരെയും അതത് ജനതകളും അവരുടെ അനുയായികളും ഇമാം എന്നാണ് കാണുന്നത്. ഇമാം ഹസനുൽ ബന്ന എന്നും ഇമാം മൗദൂദി എന്നും ഇമാം ആയത്തുള്ള അല്ലെങ്കിൽ ഇമാം ഖുമൈനി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ആയത്തുള്ള റൂഹുല്ല ഖുമൈനി എന്ന രീതിയിലാണ് ഈ മൂന്ന് പേരും അറിയപ്പെടുന്നത്. ഇമാം ഖുമൈനിയുടെ ചിന്തകൾ പോലും അദ്ദേഹത്തിൻ്റെ എഴുത്തുകുത്തുകളിൽ പോലും ഈ ഒരു വിഷയം വളരെ ശക്തമായി കാണുന്നുണ്ട്. ഇന്ന് ഫലസ്തീനി വിഷയത്തിൽ ഒരുപക്ഷെ സുന്നി രാഷ്ട്രങ്ങളെക്കാളും കൂടുതൽ വളരെ ആവേശത്തോടു കൂടി മുന്നിൽ നിൽക്കുന്ന ഷിയ ജനതയുടെ അവരുടെ ഈ താല്പര്യത്തിന്റെ പുറകിലുള്ള ഏറ്റവും വലിയ ചാലിക ശക്തി പോലും ആയത്തുള്ള റൂഹുല്ല ഖുമൈനിയാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ ചിന്തകളിൽ അദ്ദേഹം എപ്പോഴും ഇത് പറയുന്നത്, ഈ ഒരു റെവല്യൂഷൻ ഉണ്ടായപ്പോൾ തന്നെ അദ്ദേഹം ആദ്യത്തെ ഒരു മെസ്സേജ് ആയിട്ട് മുന്നോട്ട് വെച്ചത് ഫലസ്തീനി ലിബറേഷനാണ്. മുഴുവൻ ഫലസ്തീൻ്റെ ലിബറേഷനും ലെബനാനിന്റെ ഭാഗമായിട്ട് ഉള്ള ഭാഗങ്ങളും അതിന് കീഴിലേക്ക് വരികയും അതുപോലെ തന്നെ സയോണിസ്റ്റുകൾ ഈ ഫലസ്തീൻ ലെബനാൻ ഭാഗങ്ങൾ ഏതൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ടോ അവിടെയൊക്കെയും ഒരു ഇസ്ലാമിക പ്രതിരോധം രൂപപ്പെടുത്തുകയും ചെയ്യുക എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ, അതായത് ഇറാനിയൻ റെവല്യൂഷന്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ റെസൊല്യൂഷൻ പോലും അതായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട് 1979 റമളാനിന്റെ അവസാനത്തെ ഫ്രൈഡേ, വെള്ളിയാഴ്ച, അത് വേൾഡ് ഡേ ഓഫ് ഖുദ്സ് എന്ന രീതിയിൽ അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് കാണാം. അതായത് ലോക ജനതയ്ക്ക് മുമ്പിൽ ഫലസ്തീനിയൻ പ്രശ്നം ഒരു ഇന്റർനാഷണൽ ഇഷ്യൂ ആയിട്ടും ഫലസ്തീനികളുടെ പരമാധികാരത്തെയും മനുഷ്യാവകാശത്തിൻ്റെയും ഒരു സിംബോളിക്കായ ദിവസം എന്ന നിലയിലാണ് അദ്ദേഹം ആ ഡേ പ്രഖ്യാപിച്ചത്. അതുപോലെ തന്നെ ലോക മുസ്ലിം ജനതയ്ക്ക് മുമ്പിൽ ഒരു യൂണിറ്റി നിലനിർത്തേണ്ടത് അത്യാവശ്യമാണെന്നും, അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് ഈ കൊളോണിയൽ പവറുകൾ ഒരിക്കലും ബ്രിട്ടീഷ് എംപയർ ആവട്ടെ US ആവട്ടെ അവര് ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു പ്രദേശം മാത്രം പിടിച്ചെടുക്കുക എന്നതല്ല അവരുടെ ഉദ്ദേശം. വളരെ വിഷാദമായ ഒരു കൺസെപ്റ്റ് അവർക്കുണ്ട് എന്ന് ഇമാം ഖുമൈനി അദ്ദേഹം എഴുതുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ അവരുടെ ഈ ഒക്യുപ്പേഷൻ ആവട്ടെ, ഈ തകർച്ചയാവട്ടെ, അവരുടെ ഈ കോളനൈസേഷൻ ആവട്ടെ, അതല്ലെങ്കിൽ എത്നിക് ക്ലെൻസിങ് ആവട്ടെ, ഇതെല്ലാം ഒരു ഗ്രേറ്റർ ഇസ്രായേലിന്റെ ഭാഗമായി മൗലാന മൗദൂദി നേരത്തെ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഹസനുൽ ബന്ന നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗ്രേറ്റർ ഇസ്രായേലിന്റെ ഒരു ഭാഗമായിട്ട് മനസ്സിലാക്കണം എന്ന് പോലും അദ്ദേഹം വാണിംഗ് നൽകുന്നത് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഇത് അദ്ദേഹം ഈ സയോണിസ്റ്റുകളെ, ഇസ്രായേൽ സ്റ്റേറ്റിനെ അദ്ദേഹം ഒരു ക്യാൻസറസ് ട്യൂമറായ ഒരു ട്യൂമർ ബാധിച്ച ഒരു സാഹചര്യത്തെ പോലെയാണ് അദ്ദേഹം അതിനെ പ്രത്യേകം ചൂണ്ടിക്കാട്ടിയത്. ഈ ഒരു തരത്തിൽ ഫലസ്തീനി വിഷയത്തിൽ വളരെ വ്യക്തമായ നിലപാട് സ്വീകരിച്ച ആളായിട്ടാണ് നമുക്ക് റൂഹുല്ല ഖുമൈനിയുടെ കാഴ്ചപ്പാടുകളെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അദ്ദേഹം ഡ്യൂറിങ് 1973 അറബ് ഇസ്രായേൽ വാർ, ഇമാം ഖുമൈനി തന്നെ ലോക മുസ്ലിം രാജ്യങ്ങൾക്കും പ്രദേശങ്ങൾക്കുമെല്ലാം ഈ ഇസ്രായേലിയ അതിക്രമത്തിനെതിരെ ഒന്നിച്ചുകൂടണമെന്ന് പറയുന്ന ഒരു സന്ദേശം അയക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി തന്നെ
ഇസ്രായേലിനെതിരെ എങ്ങനെ ഒരു സ്ട്രാറ്റജി രൂപപ്പെടുത്താം എന്ന് അദ്ദേഹം പ്രത്യേകം തന്നെ അതിൽ ആ മെസ്സേജിൽ പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം ആദ്യം പറയുന്നത് ഈ യുദ്ധത്തിന് മുന്നിലുള്ള, അതായത് 1973 ഈജിപ്തിൻ്റെയും സിറിയയുടെയും ബാക്കിയുള്ള അറബ് രാഷ്ട്രങ്ങളുടെയൊക്കെ നേതൃത്വത്തിൽ ഇസ്രായേലിനെതിരെ പോരാടുമ്പോൾ അദ്ദേഹം ഇറാന്റെ തന്നെ നേതാവായ പരമാധികാരിയായ ഇമാം ഖുമേനിയുടെ ഒരു സ്ട്രാറ്റജിയാണ് അദ്ദേഹം പറയുന്നത്. ഈ യുദ്ധത്തിന് മുന്നണി പോരാളികളായ ആൾക്കാർക്ക് മുഴുവൻ സപ്പോർട്ടും അവർക്ക് നൽകുക. ഏതെങ്കിലും തരത്തിലുള്ള ഇന്റേണലായ ആഭ്യന്തരമായ വിഭാഗ്യത, അത് സെക്ടേറിയൻ ആവട്ടെ മതവിഭാഗ്യത ആവട്ടെ, എല്ലാം ഉപേക്ഷിക്കുക. അതുപോലെ തന്നെ ഇസ്രായേലിന്റെ അനുകൂലിക്കുന്ന ആൾക്കാരുടെ അവരുടെ പവറിനെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുക. അതായത് ഒരു ബോയ്ക്കോട്ടിന്റെ സ്വരമാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ അവസാനമായി അദ്ദേഹം പറയുന്നത് എന്തൊക്കെ തരത്തിലുള്ള ഭൗതികമായ ശക്തിയുണ്ടോ അതുപോലെ തന്നെ ആത്മീയമായ, അത് പ്രാർത്ഥനകളിലൂടെ മറ്റുള്ള ശക്തിയുണ്ടോ, യുദ്ധത്തിലേക്ക് നിങ്ങൾ അയക്കുക എന്ന് പോലും അദ്ദേഹം പറയുന്നുണ്ട്. ഇങ്ങനെ ഇമാം ഖുമേനിയുടെ ഈ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് അദ്ദേഹം പ്രത്യേകം എടുത്ത് പറയുന്നത് കാണാം. കാരണം അൻവർ സാദാത്ത് ഏകദേശം 1978-79 കാലങ്ങളിൽ ക്യാമ്പ് ഡേവിഡ് അക്കോർഡിൽ ഒപ്പിടുന്നത് കാണാം. അതിന് വളരെ ശക്തമായ ഒരു പ്രതിഷേധവും ഒരു അപലപന സ്വരവുമാണ് ഇമാം ഖുമേനിയിൽ നിന്നുണ്ടായത് നമുക്ക് കാണാം. ഇതിനെ ഫലസ്തീനിയൻ വിഷയത്തിനോടുള്ള, അതുപോലെ തന്നെ ഫലസ്തീനു വേണ്ടി പോരാടുന്ന ജിഹാദിനോടുള്ള ഒരു നന്ദികേടായിട്ടും നിന്ദയായിട്ടും ബിട്രയലുമായിട്ടുമാണ് അദ്ദേഹം ആ ഒരു വിഷയത്തെ കണ്ടത്. അദ്ദേഹം പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഇത് ഞാൻ ഈ പറയണത് നേരത്തെ പറഞ്ഞതുപോലെ മൗലാന മൗദൂദി അദ്ദേഹം ആന്റി യഹൂദനായിരുന്നില്ല, യഹൂദ വിരുദ്ധനായിരുന്നില്ല. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഹസനുൽ ബന്ന യഹൂദ വിരുദ്ധനുമായിരുന്നില്ല. എന്നതുപോലെ തന്നെ ഈ ഒരു വിഷയം, ഇസ്രായേലി വിഷയത്തിന്റെ സയോണിസ്റ്റ് എൻറ്റിറ്റിക്കെതിരെ ശക്തമായ ഭാഷ സംസാരിച്ച ഇമാം ഖുമേനിയും അല്ലെങ്കിൽ ഇന്നുള്ള ഈ ഇറാനിയൻ ലീഡർഷിപ്പ് പോലും അവരൊരിക്കലും ഈ അവിടെയുള്ള യഹൂദ വിരുദ്ധനായിരുന്നില്ല. അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ പ്രത്യേകം തന്നെ ഇറാനിലുള്ള ഒരു യഹൂദനെയോ ഒരു ക്രിസ്ത്യനെയോ ഒരു തരത്തിലുമുള്ള ഒരു അക്രമം ചെയ്യാൻ പാടില്ല, കാരണം അത് ഇസ്ലാം അവർക്ക് ഒരുക്കി കൊടുത്ത സംരക്ഷണമാണ് എന്ന് അദ്ദേഹം അത് പ്രത്യേകം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അദ്ദേഹത്തിന്റെ ചിന്തയോ അല്ലെങ്കിൽ ഇറാനി നേതൃത്വം ഇന്ന് പറയുന്ന സയോണിസ്റ്റ് വിരുദ്ധത അതൊരിക്കലും ആന്റി സെമിറ്റിക്കായി കണക്കുകൂട്ടാൻ കഴിയില്ല എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ഇപ്പൊ താഴെ കൊടുത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഫലസ്തീൻ ഫ്രം ദ വ്യൂ പോയിന്റ് ഓഫ് ഇമാം ഖുമേനി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ചിന്തകളുടെയും രചനകളുടെയും ഒരു 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 സംഗ്രഹമാണ്. അതിൽ നിങ്ങൾക്ക് ഇമാം ഖുമേനിയുടെ മുഴുവൻ കാഴ്ചപ്പാടുകൾ ലഭിക്കും. ഈ തരത്തിൽ അവരവരുടെ അനുയായികൾ ഈ 3 പേരെയും ഇമാമെന്ന് വിളിക്കുന്നതിന്റെ പ്രധാന കാരണം തന്നെ ഏതെങ്കിലും ഒരു ആത്മീയമായ കിതാബുകൾ എഴുതുകയോ ഫിഖ്ഹി രചനകൾ നടത്തുകയോ അങ്ങനെ ഇന്റേണലായ കർമ്മശാസ്ത്ര വർത്തമാനങ്ങൾ ഒതുങ്ങുകയോ ചെയ്തവരായിരുന്നില്ല. ലോക ഇസ്ലാമിക ചരിത്രത്തിൽ 20ഉം 21ആം നൂറ്റാണ്ടുകളിലും ഇനി വരുന്ന നൂറ്റാണ്ടുകളിലും ലോക മുസ്ലിങ്ങൾക്ക് ശക്തമായ നിർണായകമായ ചിന്ത നൽകുക, അതുപോലെ തന്നെ ഇൻസൈറ്റും ഫാർസൈറ്റും നൽകിയ ഒരു അടിസ്ഥാനപരമായ വൈജ്ഞാനിക വ്യവഹാരത്തിന് ഒരു ഭൂമിക ഒരുക്കിയ 3 പണ്ഡിതന്മാർ ഒരേ സമയം തന്നെ അവർ ലോക ഇസ്ലാമിക ചലനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയും നേരിട്ടിടപെടുകയും അതിനുവേണ്ടി പോരാടുകയും അതിനുവേണ്ടി പേന ഉന്തുകയും ചെയ്തവരാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ കാഴ്ചപ്പാടുകൾ അനിവാര്യമായും നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് ആണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.